അമ്മാ കളയല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം നമ്മുടെ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നിക്കു രാവിലെ നമ്മൾ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അവൾക്ക് മുറ്റത്തൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു, അതൊക്കെ ദേ ഊരിക്കളഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ കാറിൽ പോയതുകൊണ്ട് മുറ്റത്ത് നല്ല സ്ഥലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ ദേ ഇവിടെ കിടന്ന് ഭയങ്കര പാട്ടും ബഹളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നതേ എൻ്റെ നെറ്റിയിലിരിക്കുന്ന പൊട്ട് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അത് അവൾക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവളുടെ നെറ്റിയിൽ വെച്ച് എടുത്തിട്ട് ഭയങ്കര രസമുണ്ടല്ലേ. അപ്പോൾ അതെടുത്ത് അവൾക്ക് കളയണം. അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മൾ രണ്ടും കൂടെ വഴക്കുണ്ടായി കേട്ടോ. ഞാൻ പൊട്ടെടുത്ത് കളയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയതാണ് കേട്ടോ ആൾ. ഇത് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. ഭയങ്കര വികൃതിയാണ്. എല്ലാവരെയും അടി ഇടി മാന്ത് ചവിട്ട് തുപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. എന്നെ എന്തൊക്കെ ചെയ്യുന്ന അറിയാമോ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഫോൺ കൊടുക്കണം. അപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനോട് വാശിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അവൾക്കത് ഫോൺ കയ്യിൽ കൊടുക്കണം, ഹായ് ഹലോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നെ അടിക്കുന്നു ഇടിക്കുന്നു മാന്തുന്നു. അവസാനം എന്നെ കടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കവിളിൽ കടിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര കടിയാണ്. അപ്പോൾ പല്ലുകളൊക്കെ ഓരോന്നോരോന്നിട്ട് വീണ്ടും അകത്തുനിന്നൊക്കെ ഒരുപാട് പല്ലുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം. ഇതെന്തോന്നു ചുണ്ടത്തേക്ക് ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി മേളിൽ റൂമിൽ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ കലാപരിപാടികൾ. എൻ്റെ സിന്ദൂരം അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ആളത് അതെടുത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ കുളിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും മിണ്ടിയില്ല. എൻ്റെ ദേഹത്തൊക്കെ തേച്ച് തരുന്നുണ്ട്. അപ്പോൾ എന്നെയും മേക്കപ്പ് ചെയ്ത് സ്വയം മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ കുളിക്കാമെന്ന് പറഞ്ഞു. ഇനി അത് കൂടുതൽ ടൈം മുഖത്തൊന്നും വെച്ചിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് കുളിപ്പിക്കാമെന്ന് കരുതി ഞാൻ ഓടിക്കൊണ്ട് കുളിപ്പിക്കുകയാണ് കേട്ടോ. ദേഹത്ത് മുഖത്തൊക്കെ മൊത്തം വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടേ. കുളിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ കോലം കണ്ടു. അവൾ സുന്ദരി കുട്ടിയായിട്ട് അവളുടെ ഇരിപ്പുണ്ട്. എൻ്റെ കോലം കണ്ടു. അവൾക്ക് പൊട്ട് തൊടുമ്പോൾ ഞാൻ മൂക്കിൽ കണ്ണിലൊക്കെ ഞാനും പൊട്ട് തൊടണം കേട്ടോ. അങ്ങനെ മഴ എന്നെ വീണ്ടും ചതിച്ചിരിക്കുകയാണ്. ഞാൻ തുണികളൊക്കെ പറക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് ഇപ്പം നമ്മളെ ഇവിടെ മഴയൊക്കെ ഇല്ല. ട്രിവാൻഡ്രം സൈഡിൽ എല്ലായിടും അങ്ങനെയാണെന്ന് തോന്നുന്നു. മഴയില്ല, നല്ല വെയിലാണ്. പക്ഷേ ഇന്ന് ആ വെയിലും കണ്ടിട്ടാണ് തുണികളൊക്കെ പറക്കിയിട്ടത്. പക്ഷേ ഞാൻ നിക്കുവിനെ ഉറക്കിയ സമയത്ത് മഴ പെയ്തു. എനിക്ക് റൂമിലായതുകൊണ്ട് മഴയൊന്നും അറിയാൻ പറ്റത്തില്ല. അവിടെ ഫാനൊക്കെ ഇട്ടാലും അറിയാൻ പറ്റില്ല മഴയുടെ സൗണ്ടൊന്നും. അപ്പോൾ ഫുള്ളെല്ലാം നനഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അതെല്ലാം പറക്കി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഇടുവാണ് കേട്ടോ. ഇത് പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നിക്കു താഴെ വന്നിട്ടുള്ള രംഗമാണ് കേട്ടോ. അപ്പോൾ ഭദ്ര തൂത്തുകൊണ്ടിരിക്കുകയാണ് റൂമൊക്കെ. അപ്പോൾ അവൾക്കും തൂക്കണം. അവൾക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു ചൂലുണ്ട് കേട്ടോ. ആ ചൂല് എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എടുത്ത് കൊടുത്താൽ നമുക്ക് തന്നെയാണ് പണി. അവൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നമ്മൾ തൂത്തുന്നതൊക്കെ തട്ടി മാറ്റി ഒരു ബഹളം വെക്കും. പക്ഷെ അവൾക്കത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തൂത്ത് ഒരാൾ പഠിക്കുകയാണ് കേട്ടോ. ഭയങ്കര തൂപ്പാണിപ്പോൾ. എപ്പോഴുണ്ട് അമ്മ ചക്ക വെട്ടുന്ന കേട്ടോ. നമ്മളടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാമെന്നൊരു പ്ലാൻ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പോഴത്തേനും അതിലധികം ചുളയൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര തന്നെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാൻ നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആകെ 2-3 ചുളയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കാൻ കരുതി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വരിക്കച്ചക്ക ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സീസണായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി വരിക്കച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാണ്. പക്ഷേ കൂഴച്ചക്ക മിക്കവർക്കും ഇഷ്ടമില്ലായിരിക്കും അല്ലേ. എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ കൂഴച്ചക്കയാണ് നമ്മളവിടെ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന കൂഴച്ചക്കയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നൈറ്റ് ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് എന്നെ ഒരു ക്യാപ്പിച്ചിനോ മേടിച്ച് തരുമോയെന്ന്. അപ്പോൾ മഴ കാരണം ഒക്കെ വരാൻ പറ്റില്ല കേട്ടോ. മഴയൊക്കെ കാരണം ഇപ്പോൾ പുറത്തിറങ്ങാറേ ഇല്ല. പിന്നെ മഴ കുറഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. അപ്പം നിൽക്കും ഉള്ളതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങാത്തില്ല. ഇല്ലെങ്കിൽ മഴയൊന്നും പ്രശ്നമല്ലല്ലോ, നമുക്ക് പോകാമല്ലോ. പക്ഷെ നിൽക്കും ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് പോകത്തില്ല, അവളെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ വീട്ടിലായാലും ഇവിടെ വന്നാലും ന്യൂസ് തന്നെ ന്യൂസ്. എവിടെ പോയാലും ന്യൂസ്.
അപ്പോൾ ചേട്ടൻ ന്യൂസും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നിക്കു ഞങ്ങൾ ക്യാപ്പിച്ചിനൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നിക്കു വന്ന പാടെ തന്നെ ചോക്ലേറ്റിലും ഐസ്ക്രീമിലും ഒക്കെ കണ്ണു പോവുകയാണ്. അച്ഛൻ്റെ അടുത്ത് ഓരോന്ന് പറയുകയാണ്, ഇങ്ങനെ ഓരോന്ന് മേടിച്ച് തരണം. ആദ്യം ചോക്ലേറ്റ് തൊട്ടടുത്ത് ചോക്ലേറ്റ് ഇരിപ്പുണ്ടേ, അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ മേടിച്ച് തരാം മക്കൾക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിസ്ക്കറ്റിലോട്ട് കണ്ണുടക്കി കേട്ടോ. അപ്പോൾ അടുത്ത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, എനിക്ക് എന്താ വേണ്ടത് ശരിക്കും? അപ്പോൾ പിന്നെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ചേട്ടൻ ഒരു ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ക്യാപ്പിച്ചിനോ ഞാൻ മുന്നേ ക്യാപ്പിച്ചിനോ എന്നാണ് സംഭവം ഒരു 1-2 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ പോലത്തതായിരുന്നില്ല കേട്ടോ. ഇന്നത് ക്യാപ്പിച്ചിനോ ശരിക്കും ഒരു കോഫി ഉണ്ടാക്കിയിട്ട് കുറച്ച് പതയൊക്കെ വെച്ച് തന്നതുപോലത്തെ ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തോ അറിയത്തില്ല. സാധാരണ ആ ഒരു ക്രീം ബേസ് അതുണ്ടാക്കിയിട്ട് അങ്ങനെയല്ലേ ഒരു നല്ല തിക്കായിട്ട്, ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ എങ്ങനെയോ ഒരു വിധത്തിൽ കുടിച്ചു, അത്ര തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എനിക്ക് മുന്നേ കുടിച്ചതുപോലത്തെ ഒരു ക്യാപ്പിച്ചിനോ അല്ല കിട്ടിയത്. പക്ഷേ വിസ്മയിലേക്ക് അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഈ ക്യാപ്പിച്ചിനോ എനിക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ടീ കുടിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നിക്കുവിന് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റാറില്ല. നിക്കുവിൻ്റെ കയ്യിൽ ആദ്യമേ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് അവളെ അങ്ങ് മെരുക്കിയിരുത്തലാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുടിച്ചതിന് ശേഷമാണ് ഒരു ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്ത് ആളങ്ങനെ ഇരുത്തി കേട്ടോ. അപ്പം ഞാൻ നിക്കുവിൻ ട്വിന്നിങ് ആണ് കേട്ടോ. അതെ, എൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കിയുള്ളത് ഞാൻ അവൾക്ക് സ്റ്റിച്ച് ചെയ്തൊരു ക്രോപ്പ് ടോപ്പാക്കി ഇട്ട് കൊടുത്തേ കേട്ടോ. എൻ്റെ നിക്കുവിൻ്റെ ഒരുമിച്ചുള്ളൊരു വീഡിയോ എടുത്തരാൻ അപ്പോൾ ചേട്ടൻ പറയും വീട്ടിൽ പോയിട്ട് എടുക്കാമെന്ന്. അങ്ങനത്തെ ആളാട്ടോ എൻ്റെ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നേരെ വന്നതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഡ്രസ്സുകളൊക്കെ കുഞ്ഞുമക്കൾക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിക്കുവിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പം ആ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ കരുതി കേട്ടോ. അപ്പോൾ 3 പേരെ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ വെച്ചിട്ട് അവർക്കെല്ലാം ഒന്ന് കൊറിയർ ചെയ്യാമെന്ന് കരുതി എല്ലാം പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് 3 പേർക്ക് ഇപ്പോൾ അയച്ചു കൊടുക്കാനുള്ള അത്ര ഡ്രസ്സുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ എന്തായാലും ഇല്ല. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ആരും എന്തായാലും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ ശരിക്കും എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് കുഞ്ഞുമക്കൾക്ക് ഡ്രസ്സൊന്നും മേടിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ഇതുള്ള 3 പേരെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാത്തതിൽ ഇത്തിരി സങ്കടമുണ്ട് എനിക്ക്. അപ്പം എന്തെങ്കിലും ഉടനെ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം, ബാക്കിയുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും ജെന്യുവൻ അല്ലാതെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ചെങ്കിലും ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ട് വീണ്ടും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കരുത് പ്ലീസ്. കാരണം എന്ന് വെച്ചാൽ ഇത് എത്തേണ്ടവരുടെ കയ്യിൽ അത് എത്തത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. നിക്കുതേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ, സുഖം ഉറക്കം. സാധാരണ ലൈറ്റ് ഇട്ട് അവൾ ഉണരുന്നതാണ്, പക്ഷേ ഇപ്പോൾ നല്ല ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ ഫിനാൻഷ്യലി ബെറ്റർ ആണ്, നിങ്ങളുടെ കുഞ്ഞിനൊരു തുണിയെങ്കിലും മേടിച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ളവർ മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴത്തേനും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇത് എത്തേണ്ട കുട്ടികളുടെ കയ്യിൽ എത്തത്തില്ല. അതായത് തീരെ ഒന്നുമില്ലാത്ത കുട്ടികൾ, ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ മക്കൾക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന അമ്മമാരുടെ കയ്യിൽ ഇത് എത്തത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചെങ്കിലും ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ടുള്ളവർ ഇത് അയച്ച് ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെത്തത്തില്ല. ഞാൻ നിങ്ങൾക്കാർക്കും ഇത് അയച്ചു തരുന്നത്. അപ്പം അവരുടെ കയ്യിൽ ഇത് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനൊരു വീഡിയോ സത്യമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഓർഫനേജിലൊക്കെ കൊടുക്കാമെന്ന് കരുതിയ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഡ്രസ്സൊക്കെ കിട്ടും, ഫുഡും ഒക്കെ കിട്ടും. അപ്പോൾ അല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ ചിലപ്പോഴേ അയക്കുള്ളൂ, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മറ്റന്നാൾ ഇത് അയക്കാൻ ശ്രമിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ 3 പേരുടെ കയ്യിൽ ഉടനെ എത്തും കേട്ടോ ഈ ഡ്രസ്സൊക്കെ. അപ്പോൾ മക്കൾക്ക് ഇട്ട് കൊടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ഇനിയും ചെയ്യും എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ. അപ്പോൾ പറഞ്ഞു തന്നെ. അപ്പോൾ വേറൊന്നുമില്ല പ്രത്യേകിച്ച് ചെയ്തേ, 3 പേരുടെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.